അല്ല, ഞാൻ ഈ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പം മതേതര ഹിന്ദുക്കളാണ് പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ തന്നെയാണ്. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? എന്താണ് സുജയ 1980 ബി ജെ പി രൂപപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് ബി ജെ പി ഇന്ത്യയിൽ അതിൻ്റെ സ്വാധീനം ഉറപ്പിച്ചത്? 1984 2 സീറ്റാണ് ബി ജെ പിക്കുള്ളത്, പാർലമെൻറ്റിൽ 2 സീറ്റാണ് ഉള്ളത്. എൽ കെ അദ്വാനിയും വാജ്പേയിയും. 92 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം 96 ആദ്യം അധികാരത്തിൽ വരുന്നത് ബി ജെ പി ആണ്. 4 വർഷങ്ങൾക്ക് ശേഷം 13 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല. 98 വീണ്ടും വാജ്പേയി അധികാരത്തിൽ വരികയാണ്. പിന്നെ 6 വർഷം ഇന്ത്യ ഭരിച്ചത് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ്. അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് അയോധ്യയിൽ നിങ്ങൾ കർശനമായ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. തീവ്ര ഹിന്ദുവാദികളുടെ ഏറ്റവും വലിയ പ്രതിഷേധമെന്ന് പറയുന്നത്. അന്ന് 3 വിഷയങ്ങൾ ഈ സർക്കാർ കൈകാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ എന്ന് പറയുന്ന മുന്നണി ഉണ്ടാകുന്നത്. ആ 3 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 370, യൂണിഫോം സിവിൽ കോഡ്, അയോധ്യ. കാരണം അന്ന് മമതാ ബാനർജി അടക്കമുള്ളവർ, നിതീഷ് കുമാർ അടക്കമുള്ളവർ അന്ന് ഈ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ്. എൻ ഡി എ മുന്നണിയുടെ കൺവീനറായിരുന്നത് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റാണ്. അപ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷനിൽ എൻ ഡി എ എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാക്കി ബി ജെ പി ആദ്യമായ അധികാരത്തിൽ നിന്ന് 6 വർഷം ഇന്ത്യ ഭരിച്ചു. ആ സമയത്ത് അവർക്ക് ഒരു വിവാദ വിഷയത്തിലും തൊടാൻ കഴിഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് ഗോത്ര മുതൽ ഇങ്ങോട്ട് പിന്നെ ബി ജെ പിയുടെ രൂപം മാറുകയാണ്. അത് പയനിയർ ചെയ്ത്, അത് ചാമ്പ്യൻ ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു. 2014 വളരെ കൃത്യമായ സാഹചര്യം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി സർക്കാരുകളിലൊന്നായിട്ട് യു പി എ സർക്കാർ മാറി. ആ വികാരം പരമാവധി മുതലെടുത്ത് വികാസ് പുരുഷ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു. പിന്നീട് നരേന്ദ്രമോദി നടപ്പാക്കുന്നത് മുഴുവൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. അതുകൊണ്ടാണ് അയോധ്യ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു അനുഭവം പറയാം. അത് നടപ്പാക്കാനല്ലേ ആ പാർട്ടി നരേന്ദ്രമോദിയെ മുൻനിർത്തിയത്? കോൺഗ്രസിനും കൃത്യമായ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണല്ലോ ഈ തീരുമാനം എടുത്തത്. കയ്യിലുള്ളത് പോകാതിരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴത്തേത്. അല്ലാതെ 2024 അങ്ങ് പിടിക്കാമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അയോധ്യ എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അല്ല, അയോധ്യ എന്നുള്ളതല്ല ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം. അതും ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അതായത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് ഞാൻ പിന്തുണച്ചത്. നിങ്ങളും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് പിന്തുണച്ചത്. അതെന്താ സംശയം? അത് ഇന്ത്യ എന്ന് പറയുന്ന Meet the editors.